Comedy is a serious business with the sole intention of making people laugh. Welcome to Star Jam. This is your favorite host, Rohini Edukula. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ചിരിയുടെ ഉസ്താദ് എല്ലാവർക്കും പ്രിയങ്കരനായ മിസ്റ്റർ രമേശ് പിഷാരടിയാണ്. വെൽക്കം ടു സ്റ്റാർ ജാം. കോമഡി അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റും എന്നാണ് റിയലൈസ് ചെയ്ത ഒരു മോമെൻറ്റ്, അല്ലെങ്കിൽ റിയലൈസ് ചെയ്ത ഒരു സമയം എപ്പോഴായിരുന്നു? അത് റിയലൈസ് ചെയ്യലെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദൈവ വെളിപാടുണ്ടാകുന്ന പോലെ നമ്മൾ ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു സംഭവമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്നാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇത് മുടി നരയ്ക്കുന്നത് പോലെയാണ്. എന്നാണ് നിങ്ങളുടെ ആദ്യത്തെ മുടി നരച്ചത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം എല്ലാം നരച്ചിട്ടുണ്ടാവും. ഏതാണ്ടൊരു കാലഘട്ടമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഡേറ്റ് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്കൊന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ, ടീച്ചർമാർ പഠിപ്പിക്കുന്ന സമയം തൊട്ട് തന്നെ, അല്ലെങ്കിൽ പല സീരിയസ് ആയ ചർച്ചകളിലും, അല്ലെങ്കിൽ നമ്മൾ മിണ്ടുന്ന പോലെ മിണ്ടുമ്പോഴും എല്ലാം പെട്ടെന്ന് പറയുന്ന സാധനങ്ങൾ വെച്ച് ആൾക്കാരെ ചിരിപ്പിക്കാൻ അന്ന് കാലത്ത് പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഈ പാട്ട്, ഡാൻസ് ഇതെല്ലാം എല്ലാവരും ചേരണം എന്നൊരു നിർബന്ധം. ഞാൻ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. എല്ലാ കുട്ടികളും 40 കുട്ടികളും എന്തെങ്കിലും പങ്കെടുക്കണം എന്ന് പറയും. അങ്ങനെ ആദ്യം പാട്ടിൽ കൊണ്ട് നിർത്തി. അപ്പം ഞാൻ പാടുമ്പോൾ ബാക്കി 30 പേർക്കും തെറ്റുന്നു. അങ്ങനെ പാട്ടൊന്ന് മാറ്റി ഡാൻസ് കൊണ്ട് നിർത്തി. ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ബാക്കി 8 പേർക്കും തെറ്റുന്നു. അങ്ങനെ എന്നെ ഈ കുട്ടികൾ തന്നെ പൂച്ചയായിട്ടും പട്ടിയായിട്ടും ഒക്കെ വേഷം കെട്ടിയിട്ടൊരു തോട്ടത്തിൽ ഏതോ ഒരു പാട്ടിൻ്റെ പരിപാടി എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ പുറത്തായി അവസാനം ഇതിലൊരു ആരോ കള്ളം വരുമ്പോൾ ഒരു പട്ടിയായിട്ടൊരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവൻ ഡബ് ചെയ്യണം. സൈഡിൽ നിന്ന് എന്തോ ദ ഡോഗ്സ് അങ്ങനെ പാടുമ്പോൾ ഓ 2 കുര വരയ്ക്കണം. ഈ കുരയാണ് എന്നെ ഏൽപ്പിച്ചത്. പക്ഷെ അന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ യുവജനോത്സവത്തിൽ ഈ കുര ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അതാരാ പട്ടി കുരച്ചത്? നല്ല ഒറിജിനൽ പട്ടി. അങ്ങനെ പട്ടി കുരച്ചുകൊണ്ട് 2ാം ക്ലാസ്സിൽ പണി തുടങ്ങി. 2ാം ക്ലാസ് പണി തുടങ്ങി 2 കഴിഞ്ഞ സമയത്ത് ഞാൻ മലയാളം മീഡിയത്തിലോട്ട് മാറി. അന്ന് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നതിന് സ്വർണത്തിൻ്റെ വിലയുള്ള സമയമാണ്. എവിടെയും കിട്ടാത്ത ആ കാലത്ത് തന്നെ ഞാൻ ശനിയാഴ്ച അവധി, യൂണിഫോം വേണ്ട തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കണക്കിലാക്കി ഞാൻ മലയാളം മീഡിയത്തിൽ മാറി. മലയാളം മീഡിയത്തിൽ മാറുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ അന്ന് CBSE സിലബസിൽ മിമിക്രി കോമ്പറ്റീഷൻ ഇല്ല. മലയാളം മീഡിയത്തിലുണ്ട്. മലയാളം മീഡിയത്തിൽ ചെന്നപ്പോൾ അവിടെ മിമിക്രി ഒരു കോമ്പറ്റീഷനാണ്. ആരും പേര് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ ഈ പറയുന്ന സമയത്ത് മിമിക്രിയൊക്കെ ഇങ്ങനെ കേരളത്തിൽ വരുന്നേ ഉള്ളൂ. ആരും പേര് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ പേര് കൊടുത്തു. എനിക്ക് ഫസ്റ്റ്. ഒറ്റയ്ക്ക് മത്സരിച്ചു. അടുത്ത മത്സരം ഒറ്റയ്ക്ക് മത്സരിച്ചു, ഫസ്റ്റ്. പിന്നെ അങ്ങനെ ഞാൻ ഇതൊരു ഡിഗ്രി ഫൈനൽ ഇയർ വരെ പഠിച്ചെടുത്തെല്ലാം ഫസ്റ്റ് കിട്ടി. മിമിക്രിക്ക് പോണവരെ ചേരുള്ളൂ, ചെയ്യും, ഫസ്റ്റ് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് ഫസ്റ്റ് കിട്ടുന്നതുകൊണ്ട് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ ഇപ്പോൾ സലീം കുമാറിൻ്റെ ട്രൂപ്പിലൂടെ കയറി. അങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരമായ എനിക്ക് ചിരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. കറക്റ്റ് ഇന്ന ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. സിനിമയിൽ ഒരാളെ കരയിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു ഉസ്താദാണ് ഡെഫിനറ്റ്ലി രമേശ് പിഷാരടി. ഒന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, രമേശിന്റെ ഞാൻ അതിന്റെ ഇടയ്ക്ക് രമേശ് പറഞ്ഞുപോയി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അതിന്റെ താഴെ ഷേക്സ്പിയർ എഴുതി വെച്ച ആളാ ഷേക്സ്പിയർ. ഞാൻ പുള്ളിക്ക് പറയാതിരിക്കായിരുന്നു. അല്ലെ പേരിൽ എന്തിരിക്കുന്നു എന്ന് വെച്ചിട്ട് അതിന്റെ താഴെ ബാബു എന്ന് എഴുതി വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ സോ ഭയങ്കര എഫേർട്ട്ലെസ് കോമഡിയാണ്. നമുക്കെതിരെ ഉള്ളവൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പാടാ. പേടിപ്പിക്കുന്നു, അങ്ങനെ തന്നെയാണ്. കരയിപ്പിക്കുന്നു, എല്ലാം അങ്ങനെയാണ്. ഇപ്പൊ ഒരാള് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോട്ടോ, പുള്ളിയുടെ ഏകദേശം ഒരു തീരുമാനമായി, ഒരു 10 ദിവസത്തിനകം പുള്ളി പോകും എന്നൊക്കെ പറഞ്ഞാൽ കരച്ചിൽ കുറയും. പെട്ടെന്ന് രാവിലെ ആള് പോയാൽ നല്ല കരച്ചിൽ കിട്ടും. കരയുന്ന കാര്യത്തിനും ചിരിക്കുന്ന കാര്യത്തിനും ഇതുപോലെയാണ്. ഇത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ പവർ കിട്ടുള്ളൂ. നമ്മളിവനെ ഇനി ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ പോവുകയാണ് ഇങ്ങനെ ഇത് ഒന്നാമത് ഒരു ഷോയിൽ ഇനി സ്കിറ്റാണ് അല്ലെങ്കിൽ ഇനി ഒരു കോമഡി ആണെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ പറഞ്ഞു വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് കോമഡി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്ലഫ് മാസ്റ്റേഴ്സിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യില്ലേ? ഈ മനോധർമ്മവും നമ്മൾ ചെയ്യുന്നത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഡ്രൈവിംഗ് പോലെയാണ്. നമ്മൾ എവിടെ നിന്ന് എടുക്കണം, ഏതൊക്കെ നിയമങ്ങൾ പാലിക്കണം, ഏതൊക്കെ സിഗ്നൽ നിർത്തണം, എവിടെ എത്തണം എന്ന് നമുക്ക് പ്ലാൻ ഉണ്ടാവണം. പിന്നെ എന്താണ് നമ്മുടെ ഇൻസ്റ്റന്റ്, എന്താണ് മനോധർമ്മം എന്ന് പറയുന്നത്? എതിരെ പാണ്ടിലൂർ വരുമ്പോൾ ഇങ്ങോട്ട് വെട്ടിക്കുക. പഠിച്ച പോലെ തന്നെ പോയാൽ ഇടിയിട്ട്. ആ വെട്ടിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്, തിരിച്ച് റോട്ടിൽ കയറുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കൃത്യമായ പ്ലാൻ വേണം. നമ്മൾ എന്ത് മനോധർമ്മം എന്താണേലും ഒരു പ്ലാൻ ഇല്ലാതെ, ഒരു ഹോംവർക്ക് ചെയ്യാതെ വെറുതെ ചെയ്യേക്കാന്ന് പറയുന്നത് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. ഇത് കുറച്ച് നാളായിരിക്കുള്ളൂ, കൈവിട്ടു പോകും. ആ പ്രോഗ്രാം എത്ര നാളുണ്ടായിരുന്നു സർ? 5 വർഷം ചെയ്തു. 480ഓളം എപ്പിസോഡ് ചെയ്തു. അന്ന് അവിടെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടായിരുന്ന മുസ്താഖ് എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ
മുന്നിൽ ചരട് പിടിച്ചു തന്നത്. അത് ശരി. ഓക്കെ. അനിൽ ഗണേഷ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ കുടുംബ വിശേഷങ്ങളിലേക്ക് വരാം അല്ലെ. ഭയങ്കര എന്റെ വീട്ടിൽ ഞാനും അമ്മയും ചേച്ചി അപ്പുറത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ LLB കഴിഞ്ഞു, അതിന്റെ PGയും ചെയ്തു, ഹ്യൂമൻ റൈറ്റ്സ് എടുത്തു, പിന്നെ അതെല്ലാം മാറ്റി വെച്ചു. അതൊന്നും ചെയ്യേണ്ട, അതൊക്കെ പഠിച്ചു. അതുകൊണ്ട് ഞാൻ എന്റെ റൈറ്റ്സിന് വേണ്ടി ഒരുപാട് എല്ലായിടത്തും വെല്ലുവിളിയും കൊടി പിടിക്കുകയും വേറെ ആരുടെയും കാര്യത്തിൽ ചെയ്യാറില്ല. സ്വാർത്ഥമതിയാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഉപയോഗിക്കുന്നത്, പൊതുകാര്യത്തിന് വേണ്ടിയല്ല. ഇല്ല. അപ്പൊ അങ്ങനെ സ്റ്റാർ ജാമായിട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകണം. ഇനിയും യോ ചാൻസ്. എന്താ പറയുക, വിശേഷങ്ങള് ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് പഠിച്ചിട്ടില്ല, ഞാൻ എന്റെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കാറില്ല. ഓക്കെ. വൈഫിന്റെയും മോളുടെയും പേര് ഭയങ്കര ഡിസ്റ്റിങ്ക്ട് നെയിംസ് ആണ്. ഞാൻ വിളിക്കുന്ന പേര് അതെ. വൈഫിന്റെ ഒഫീഷ്യൽ നെയിം സൗമ്യ, വിളിക്കുന്നത് കിളി. എന്താണ് അങ്ങനെ പേര് ഇടാനുള്ള കാര്യം? അതെ, കല്യാണം കഴിഞ്ഞിട്ട് ചില സമയത്ത് ഇവളുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ മൃഗശാലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില കൂട്ടി പേരറിയാത്ത ചില കിളികളിരിക്കൂലേ, അതിൻ്റെ ഒരു പ്രത്യേക ഭാവമാണ്. അയ്യോടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, പെട്ടുപോയല്ലോ എന്നൊക്കെ ഉള്ള പോലത്തെ ഒരു ഭാവമുണ്ട്. അപ്പം ഞാൻ 1-2 പ്രാവശ്യം നോക്കി ഒരു കിളിയുടെ ഭാവം തോന്നി എനിക്ക്. അപ്പോൾ കിളി എന്നങ്ങ് പേരിട്ടു. മോളുടെ പേര് അങ്ങനെ വരാനുള്ള കാര്യം? പീലി. ഞാൻ ഒരിടത്ത് പറഞ്ഞു, മോളുടെ പേര് എന്ന് പറഞ്ഞാൽ ഇവര് പൂനെയിലാണ് ജനിച്ചത് മോള്. അപ്പൊ ജനിച്ച് മോളെ പുറത്തേക്ക് കൊണ്ടുപോയി കുട്ടികൾക്ക് ജനിച്ചിട്ടുള്ള മഞ്ഞപ്പിത്തമുണ്ട്. പല വെയിലത്ത് കാണിച്ചാൽ ഇത് മാറും. അപ്പം കുട്ടിയെ കൊണ്ടുവന്നിട്ട് തന്നിട്ട് ഈ മഞ്ഞപ്പിത്തം ഉള്ളതുകൊണ്ട് നേഴ്സ് ഹിന്ദിയിൽ പീലി, മഞ്ഞ എന്നുള്ള അർത്ഥത്തിൽ പീലി ഹേ എന്ന് പറഞ്ഞു. കൊള്ളാം പീലി, അപ്പൊ തന്നെ ഫിക്സ് ചെയ്തു വീട്ടിൽ വിളിക്കാൻ വേണ്ടി. പിന്നെ നോക്കുമ്പോൾ കൺപീലി, മയിൽപീലി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ പീലികളുണ്ടല്ലോ, എല്ലാം നല്ലതാണ്, പീലി അല്ല. മോള് വളരെ ടാലന്റഡ് ആണെന്ന് ഞാൻ കേട്ടു. പെട്ടെന്ന് ഇപ്പൊ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കാണിക്കും എന്നൊക്കെ പറഞ്ഞു. അച്ഛന്റെ ടാലൻസ് ആണോ, അച്ഛൻ പഠിപ്പിച്ചതാണോ, എങ്ങനെയാണ്? അത് മത്തകുത്തിയ കുമ്പളം വളക്കിയതല്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ അച്യുതാനന്ദൻ എന്ന് പറയുന്ന തിന്നേണ്ട സാധനമാണോ കുടിക്കേണ്ട സാധനമാണോ എന്ന് അറിയാത്ത പ്രായത്തിൽ കാണിക്കുന്നതാണ് ഇതല്ല. ഞാൻ സർക്കസിൽ കരടിയെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചതാണത്. കാര്യം അറിഞ്ഞിട്ടല്ല, പക്ഷെ വെറുതെ ഇങ്ങനെ ചെയ്യും. സ്കൂളിലെ മത്സരത്തിനൊക്കെ പോരണ്ടോ മോള്? സ്കൂളിലെ മത്സരത്തിന് ഇപ്പം പോകുന്നില്ല, കാരണം 2.5 വയസ്സേ ഉള്ളൂ, സ്കൂളിൽ ചേർത്തിട്ടില്ല. സിനിമയിലെ ഒരു തമാശ നമ്മൾ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഇത് ഇന്ന സിനിമയിലായിരുന്നു, അത് അവിടെ നിന്ന് കോപ്പി അടിച്ചതാണ്, അതേപോലത്തെ തമാശയാണെന്ന് പറയും. ഇപ്പോൾ ഒരു സ്റ്റേജ് ഷോയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ആരെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണോ അതിൻ്റെ ഒന്ന് ഐഡിയ? അപ്പോൾ പിഷാരടി ഇന്ന് പറയുന്ന ഒരു ജോക്ക് അല്ലെ നാളെ അത് വേറെ ആൾക്ക് ഏറ്റു പറയാം. ഇതിന്റെ ഒരു അങ്ങനെ ഒരു വിഷമം തോന്നാറുണ്ടോ? സിനിമയിൽ ഉൾപ്പെടെ ഈവൻ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നമ്മളെ വിളിച്ചിട്ട് ഇതാ സിറ്റുവേഷൻ, ഇപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ചോദിക്കാറും നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടും ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്യുകയും ഇത് വരികയും ഒക്കെ ചെയ്യും. ഇതിനൊന്നും നമ്മൾ വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു തമാശ ഇത് എൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ വാദിച്ച് നേടിയത് കൊണ്ട് അവസാനം എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അവാർഡോ ഈ തമാശയ്ക്ക് പെൻഷനൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ തമാശ ആയതുകൊണ്ട് തന്നെ ഇത് സിംഗിൾ യൂസാണ്, ഇത് പെട്ടെന്ന് പോവും. പാട്ട് പോലെ ഉപയോഗിക്കും തോറും ഇഷ്ടപ്പെടുന്ന, കേൾക്കും തോറും ഇഷ്ടപ്പെടുന്നില്ല. താജ്മഹലിനെ പോലെ ആദ്യം കാണുന്ന സുഖം രണ്ടാമത് ഉണ്ടാവില്ല, രണ്ടാമത് കാണുന്നത് മൂന്നാമത് ഉണ്ടാവില്ല. ഫ്രഷായിട്ട് ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടിരിക്കണം.